എപ്പോഴും നമ്മൾ സംരംഭകരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ന്യൂസ് 3യിൽ വിജയിച്ച സംരംഭകരെ അവരെങ്ങനെയാണ് വിജയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു സംരംഭകയെ ആ സംരംഭകയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഒപ്പം നിൽക്കുന്ന അവരുടെ ഭർത്താവിനെ, അങ്ങനെ രണ്ടുപേരെയും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. കാർഷിക മേഖലയിൽ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ അവസരങ്ങൾ നിരവധിയാണ്. അത്തരത്തിലൊരു സംരംഭത്തെക്കുറിച്ചുള്ള അറിവിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂൺ കൃഷി എങ്ങനെ വരുമാന മാർഗമാക്കാം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഈ രംഗത്തെ സംരംഭകയായ ഷൈജി തങ്കച്ചനും ഭർത്താവ് TJ തങ്കച്ചനുമാണ്. രണ്ടുപേർക്കും സ്വാഗതം ന്യൂസ് 3യിലേക്ക്. വലിയ സന്തോഷം രണ്ടുപേരെയും കാണാൻ സാധിച്ചതിൽ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കൂൺ കൃഷിയിലേക്ക് വന്നതും വിജയിച്ചതും എന്ന് ഒന്ന് പറയാമോ? ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് 3. അവർക്ക് സംരംഭകരാകാൻ ആഗ്രഹമുള്ളവരുണ്ടാകും, മനസ്സിൽ എന്ത് തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടാകും. അത് ഷൈജിയാണ് തുടക്കം കുറിച്ചത്. അപ്പൊ ഷൈജി തന്നെ അത് പറയട്ടെ. ശരി, ഷൈജി പറയൂ. 17 വർഷം മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ മക്കളൊക്കെ വലിയ ക്ലാസ്സിലായി. ഹസ്ബൻഡ് ജോലിക്കായിട്ട് പോയി കഴിയുമ്പോ എനിക്ക് ഒത്തിരി സമയം ബാക്കി വന്നു. അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് വിനിയോഗിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞാൻ ഈ കൂൺ കൃഷിയിലേക്ക് വന്നത് തന്നെ. അപ്പൊ ആദ്യം എനിക്ക് കുറച്ചൊക്കെ പരാജയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്കത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റി. ആദ്യമേ ഞാനൊരു 6 ബെഡിലാണ് എന്റെ സ്റ്റാർട്ട് ചെയ്തത്. അത് പതുക്കെ കൂട്ടി പിന്നെ ഇപ്പൊ എനിക്ക് 6000 ബെഡ് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്കായി. അതിനുശേഷം ഞങ്ങളിപ്പോ ഒരു കൂൺ വിറ്റ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് വരെ ഞങ്ങൾ ഇറക്കാനായിട്ടുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വിത്ത് ഉൽപാദനം ഉണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധികം ലൈഫ് കുറഞ്ഞ രീതിയിലുള്ള പ്രോഡക്റ്റുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാല്യൂ അഡീഷൻ. കൂടാതെ ഭയങ്കര ഒരു 1 ഇയർ ലൈഫ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് കൂൺവിറ്റ. അപ്പൊ അത് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്മോൾ സ്കെയിൽ ഫാർമേഴ്സിനെയും കൂടി ഒന്ന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. നല്ല രീതിയിലായി കഴിയുമ്പോഴേക്കും ആകുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും തങ്കച്ചേട്ടന് അഭിനന്ദനങ്ങൾ. കാരണം ഭാര്യ ചോദിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അതിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് അത് വിജയത്തിലെത്തിക്കാൻ ഇത്രയും ശ്രമിച്ച ആളാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളോട്, സംരംഭക രംഗത്തേക്ക് വരണമെന്നുള്ള സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഒരു അഡീഷണൽ ഇൻകം, ഇപ്പൊ അവര് ജോലിക്കാരായിക്കോട്ടെ ജോലി ഇല്ലാത്തവരായിക്കോട്ടെ, ഒരു അഡീഷണൽ ഇൻകം, അതുപോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെയാണ് സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇപ്പൊ ഷൈജി തന്നെ പറയും, ഷൈജിക്ക് ഈ 4 പേരുടെ മുമ്പിൽ സംസാരിക്കാനായിട്ടുള്ള ശക്തി വന്നത് ഒരു സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കി. ആ വരുമാന സ്രോതസ്സാണ് ശരിക്കും ആ ശക്തിയായിട്ട് ബഹിർസ്ഫുരണമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാവുന്ന, അതുപോലെ തന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്താൽ മതി. അത് നമ്മുടെ ലിഷർ ടൈം എൻഗേജ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. പക്ഷെ അങ്ങനെ ഞങ്ങൾ കരുതി തുടങ്ങി. പക്ഷെ അത് വലിയൊരു ബിസിനസ് ആയിട്ട് ഇപ്പൊ പരിണമിച്ചിരിക്കുകയാണ്. ഈ മഷ്റൂമിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ കൂൺവിറ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വൈറ്റമിൻ D പ്രോമിനൻസ് ആണുള്ളത്. കൃത്യമായ അളവിൽ വൈറ്റമിൻ D നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മഷ്റൂമിന്റെ ഒരു കപ്പാസിറ്റി ആണത്, ഒരു പൊട്ടൻഷ്യൽ ആണത്. മഷ്റൂമിലുള്ള വൈറ്റമിൻ D നമുക്ക് തൗസൻഡ്സ് ഓഫ് ടൈംസ് ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ആ ഒരു സംഭവം വേൾഡ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും അതുപോലെ തന്നെ റാബി റഫ്താർ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഗ്രാന്റോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ ശാസ്ത്രീയ അടിത്തറയിൽ ഊന്നിക്കൊണ്ടാണ് എല്ലാ പരിപാടികളും നടത്തുന്നത്. ഇതിനാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിന്റെ ബാക്കപ്പ് ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ബാക്കപ്പ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, കൃഷി വകുപ്പുണ്ട്, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് എല്ലാ ഗവൺമെന്റിന്റെ പിന്തുണ ഇതിനകത്തുണ്ട്. ഗവൺമെന്റിന്റെ പിന്തുണ കൂടാതെ ശാസ്ത്രീയ അടിത്തറയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. നമുക്ക് കൂൺ കൃഷി നല്ല ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
വളരെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, നല്ലൊരു വരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഇപ്പൊ നമ്മൾ ചെറിയൊരു അഡീഷണൽ ഇൻകമായിട്ട് തുടങ്ങി അത് ശക്തി പ്രാപിക്കുന്നതനുസരിച്ചിട്ട് അത് വലിയൊരു സംരംഭമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ 18 വർഷത്തെ ഈ അനുഭവം നമുക്ക് തരുന്നത്. അതെ, ഷായി ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിങ്ങനെ കേട്ടിരുന്നു ആദ്യം ഒരു കുറേ അധികം സാധനങ്ങൾ കൂണ് ഇല്ലാണ്ടായിപ്പോയി, നശിച്ചുപോയി, ഏതോ ഒരു ചെറിയൊരു മിസ്റ്റേക്കില് ഈർപ്പം കൂടുതൽ ആയി പോയിട്ട് നശിച്ചുപോയി, അവിടെ ഒന്ന് ഫെഡപ്പായിപ്പോയി, ഇനി ഞാനില്ല ഈ പണിക്കെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പിന്തുണ തന്നത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ഇറങ്ങുമ്പോൾ നമ്മൾ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ തളർന്നു പോയാൽ പറ്റില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് താങ്കൾ, അല്ലേ? അതെ അതെ. ഞാൻ അന്ന് ആദ്യമേ 6 ബെഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 300 ബെഡ് ഞാൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് എല്ലാം കേടുവന്നു പോയത്. അതതിന്റെ ഈർപ്പാംശം കൂടിയിട്ടായിരുന്നു. അപ്പൊ അതങ്ങനെ ഒരു 3-4 ദിവസം കൂടി 300 പോയതോടുകൂടി ഞാൻ വളരെയധികം അങ്ങ് വിഷമിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഇതുകൊണ്ട് ഞാൻ മുന്നോട്ടില്ല. പക്ഷെ ഹസ്ബൻഡും മക്കളും എന്നെ നിർബന്ധിച്ചു, അമ്മ ഈ പരാജയമായിരിക്കും അമ്മേനെ ഒരു വിജയത്തിൽ എത്തിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ കേരളത്തിൽ ചെയ്യുന്ന അന്നൊക്കെ വളരെ കുറച്ചു പേരെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളു. അപ്പൊ അവരുടെ ആ സ്ഥലത്തെല്ലാം ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തു. അപ്പൊ ഓരോരുത്തർ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ടിപ്സ് കിട്ടുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ വലിയ കേടുകളൊന്നും ഇല്ലാതെ വന്നു. പക്ഷെ നമ്മൾ ഇതില് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ്. ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ അതിൽ കേടുവരും. കേട് വന്ന ഒരു കീടനാശിനികളൊന്നും അടിച്ചതിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഈ ഷോ കഴിയുമ്പോൾ ഒരുപാട് കോളുകൾ നിങ്ങൾക്ക് വരും എന്നുള്ളത്. തങ്കച്ചൻ ചേട്ടാ, എങ്കിലും ചെറുതായിട്ടൊരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൂൺ കൃഷി തുടങ്ങണമെങ്കിൽ, ചെറിയ തോതിലെങ്കിലും ലാഭം എന്ന രീതിയിൽ കൂൺ കൃഷി തുടങ്ങണമെങ്കിൽ, ഒരു സംരംഭം തുടങ്ങി ഇനിഷ്യലി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഈ സ്ഥലത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പറയാമോ? കൂൺ കൃഷി തുടങ്ങണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഒരു 140 രൂപയിൽ തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ 250 രൂപയിലാണ് തുടങ്ങിയത്. ഞങ്ങൾ അത് കുറച്ച് 140 രൂപ, അതായത് 2 പാക്കറ്റ് വിത്ത് മേടിച്ച് നമ്മുടെ എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റിൽ ഒരു ട്രയൽ ചെയ്യുക. ട്രയൽ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കുണ്ടാവുന്ന വിഷമങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ച്, പിന്നെ അതുപോലെ തന്നെ ആ ട്രയൽ ചെയ്ത് കൂണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളൊരു ഫാം ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 രൂപ 30,000 രൂപയ്ക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ചെറിയ ഒരു ഫാം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത്രയും അതുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരു കാലാവസ്ഥയെ അതിജീവിക്കത്തക്ക രീതിയിൽ ലോ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു ഫാം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ വിപണിയും കൂടി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പറയുന്നുണ്ട്. ആ സ്ട്രാറ്റജീസ് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വിപണി കിട്ടും. ആ വിപണി അനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഹൈടെക്കിലേക്ക് പോകാൻ പറ്റും. ഈ ഹൈടെക് ഫാമും നമ്മളിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വളരെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റില് റേറ്റില് നമുക്ക് ആ ഫാം സെറ്റ് ചെയ്ത് ശക്തമായ ഒരു വിപണിയും ഉണ്ടാക്കി, അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം കൾട്ടിവേഷൻ ഇപ്പൊ നമ്മളുടെ കൺട്രോളിലായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഷ്റൂം ഒരുപാട് ഉത്പാദിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് വിപണി കിട്ടാനായിട്ട്, ഫ്രഷ് മഷ്റൂമിന് വിപണി കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ആ പ്രോഡക്റ്റിന് നമുക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകും, കൂടുതൽ വിപണി ഉണ്ടാകും. അപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം. ശരി, താങ്ക് യു സോ മച്ച്. എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. വളരെയധികം നന്ദി. ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ കഴിയട്ടെ, ഒരുപാട് പേരെ കൈപിടിച്ച് ഉയരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ആശംസകൾ. താങ്ക് യു ന്യൂസ് 18 ഇതിങ്ങനെ ഒരു കവറേജ് തന്നതിന്. താങ്ക് യു. ന്യൂസ് പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.